നമസ്കാരം, ഞാൻ ജസ്ന സലീം. ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു ലെഹങ്ക നിങ്ങൾ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതേ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ലെഹങ്കയാട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞാനെന്തോ പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണെന്ന്. അതൊന്നുമല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് മേടിച്ച ലെഹങ്കയാണ്. അപ്പം ഈ ലെഹങ്ക എന്ന് വെച്ചാൽ നല്ല വർക്കുള്ള, നിങ്ങൾക്ക് കണ്ടാലറിയാം, നല്ല വർക്കുണ്ട്. സ്കേർട്ടിൻ്റെ താഴെയായിട്ട് മുഴുവനായിട്ട് വർക്കാണ്. അതേപോലെ ഷാളിനും കൊടുത്തിരിക്കുന്നത് ഫുൾ വർക്കിലാട്ടോ, ഫുൾ വർക്കായിട്ട്. പിന്നെ സൈഡിൽ ഈ ഒരു എംബ്രോയിഡറി അല്ലല്ലോ ഇതെന്ന് എങ്ങനെയാണ് പറയാന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഫുൾ സ്റ്റോൺ വർക്കും ഒറിജിനൽ മിറർ വർക്കുമാണ് സ്കേർട്ടിൽ വന്നിരിക്കുന്നത്. ബ്ലൗസ് എന്ന് പറയുന്നത് ഹാഫ് സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എൻ്റെ സൈസ് എന്ന് പറയുന്നത് XL സൈസാണ്. ഇതൊക്കെ ഞാൻ എന്തിനാണ് നിങ്ങളോട് പറയുന്നത് എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. പൊതുവേ പൊങ്ങച്ചക്കാരി എന്നുള്ളൊരു ഒരു ലേബല് നിങ്ങൾ ഓരോരുത്തരായിട്ട് എനിക്ക് ഒട്ടിച്ച് തന്നിട്ടുണ്ടേ. അപ്പോൾ ഇത് പൊങ്ങച്ചം പറയാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഈ ഒരു വീഡിയോ എടുക്കുന്നത്. എന്താ വെച്ചാൽ എനിക്ക് ഒരു ഫങ്ഷന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. ആ ഫങ്ഷന് കുറച്ചൊന്ന് റേറ്റുള്ള സാധനം ഇടണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ലെഹങ്ക എടുത്തത്. ഇത് ഇനി എനിക്ക് ഉപയോഗം കഴിഞ്ഞു. ഞാൻ ഒരൊറ്റ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉള്ളത് പറയുന്നതിന് എന്താ, ഒരു തവണ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും, ചില കുട്ടികളുണ്ട്, പാവപ്പെട്ട ആൾക്കാരുടെ കുട്ടികൾ എന്ന് വെച്ചാൽ എല്ലാവരും പൈസക്കാരാവും, എല്ലാവരും പൈസ ഉള്ള ആളാവും എന്നും ആൾക്കാരാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ചിലരൊക്കെ പൈസ ഇല്ലാത്തത് കൊണ്ട് റെൻറ്റിന് പിന്നെ ഡ്രസ്സ് എടുത്തിട്ട് എൻഗേജ്മെൻറ്റും ബ്രൈഡലും ഒക്കെ കഴിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ റെൻറ്റിനൊക്കെ എടുത്തിട്ട്. അങ്ങനത്തെ ആൾക്കാർ, ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടികൾക്ക് ഈ ലെഹങ്ക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ലെഹങ്കയുടെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം. ഈ ലെഹങ്ക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനിത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. എനിക്കിതിൽ ഒന്നും വേണ്ട, പക്ഷേ കൊറിയർ ചാർജ് നിങ്ങൾ വഹിക്കേണ്ടി വരും. അതും ഞാനൊന്ന് പറഞ്ഞുതരാം. എന്തായാലും ഇതൊന്നും ഡ്രൈ ക്ലീനിങ് ചെയ്യണം. കാരണം ഞാൻ നടന്നു പോയ സ്ഥലങ്ങളിലൊക്കെ നിറയെ പൊടികളുള്ള സ്ഥലങ്ങളിലൂടെയാണ് ഞാൻ നടന്നത്. ഇത് വെയിറ്റ് കൊണ്ട് എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒടുക്കമത്തെ വെയിറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു പിന്നെ ലൈനിങ് വന്നിട്ടുണ്ട്. ഈ ഒരു സാധനം വന്നതുകൊണ്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊക്കെ ഹാൻഡിൽ ചെയ്യാനെന്ന് വെച്ചാൽ ഒറ്റക്കായതുകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാനിത് ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികൾക്ക്, വിവാഹം നിശ്ചയിക്കാൻ പോകുന്ന കുട്ടികളോ, കല്യാണം റെഡിയായ കുട്ടികളോ അങ്ങനെ ഉണ്ടെങ്കിൽ, എൻ്റെ സൈസ് ഞാൻ പറഞ്ഞല്ലോ XL സൈസിലാണ് ബ്ലൗസ് അടുപ്പിച്ചിരിക്കുന്നത്. ഇനിയിപ്പം നിങ്ങൾക്ക് XL സൈസിൻ്റെ താഴെയുള്ള ആർക്കും ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. XL സൈസിൻ്റെ മുകളിലോട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൗസ് നിങ്ങൾക്ക് ഇതിനായിട്ട് ഏതെങ്കിലും ഒരു കളറിലെടുത്ത് സ്റ്റിച്ച് ചെയ്യിച്ചാൽ നിങ്ങളുടെ കാര്യം നടക്കും. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ചാൽ, നിങ്ങളിങ്ങനെ റെൻറ്റിനൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട. പിന്നെ ഇതിങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആരും എന്നെ പൊങ്കാലിടാൻ വരണ്ട. നല്ലൊരു ഉദ്ദേശത്തോടു കൂടെയാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചാൽ വിവാഹമോ അല്ലെ വിവാഹ നിശ്ചയമോ എന്തെങ്കിലും ആണ് എന്നുള്ളത് എനിക്ക് ഉറപ്പ് വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അത് കാണിക്കുക തന്നെ ചെയ്യണം. അതെന്താ, കൊടുക്കുന്ന ആൾക്ക് ഇത്രയും വിശ്വാസമല്ലേ എന്നുള്ള ചോദ്യങ്ങളും ഞാൻ ഇവിടെ നിരോധിച്ചിരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ, ഇങ്ങനത്തെ ഡ്രസ്സുകൾ റെൻറ്റിന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരെന്നെ കോണ്ടാക്ട് ചെയ്ത് ഞാൻ പാവമാണ്, എനിക്ക് ആ ഡ്രസ്സ് തരുമോ എന്ന് ചോദിച്ചാൽ ഞാനിതൊന്നും അറിയാതെ അവർക്കത് കൊടുക്കും. അവർ അത് റെൻറ്റിന് കൊടുത്തിട്ട് അവരതുമ്മേ പൈസ ഉണ്ടാക്കും. എന്തിനാണ് വെറുതെ? പാവപ്പെട്ട കുട്ടികളുടെ കയ്യിലെത്തുമ്പോൾ അത് അവർക്ക് എന്നും ലൈഫ് ലോങ് അത് അവർക്ക് സൂക്ഷിച്ച് വെക്കാം. ഇതെനിക്ക് തിരിച്ച് വേണമെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല കേട്ടോ. ഇത് നിങ്ങൾക്കായിട്ട് തന്നെ തരിക. ഞാൻ പറഞ്ഞല്ലോ, ഒരു യൂസ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരിക്കലും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്രേ കെയർ ചെയ്യാനും പറ്റിയിട്ടുള്ളത്. ഷാളിൻ്റെ ഇവിടെയൊക്കെ കണ്ടോ, അത് ഇതൊക്കെ ഉണ്ടെങ്കിൽ, അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്കായതുകൊണ്ട് കെയർ ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ക്ലീനിങ് ചെയ്തെടുത്താൽ
ഒക്കെ പെർഫെക്റ്റ് ആവും. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ലെഹങ്ക ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലോ അല്ലെ യൂട്യൂബിൽ ഏതെങ്കിലും റീൽസിലോ അല്ലെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്പർ കൊടുക്കാം. എനിക്ക് വാട്സപ്പിലേക്ക് കാര്യം പറഞ്ഞ് മാത്രം മെസ്സേജ് അയയ്ക്കുക. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണ്, കൊറിയർ ചാർജ് നിങ്ങൾ തന്നെ വഹിക്കേണ്ടി വരും. കാരണം സ്കേർട്ട് മാത്രം 3.5 കിലോൻ്റെ പുറത്തുണ്ട്. അപ്പം ഷാളിനും അതേപോലെ വെയിറ്റ് ഉണ്ട്. നല്ലൊരു എമൗണ്ട് ആവും ഇത് കൊറിയർ ചെയ്യാൻ. അല്ലെ പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ അയച്ചാൽ മതിയെങ്കിൽ ഞാൻ തന്നെ അയച്ചോളുന്നുണ്ട്. DTDC വഴിയൊക്കെ ആണ് അയക്കുന്നതെങ്കിൽ കൊറിയർ ചാർജ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ DTDC ഒക്കെയാണ് നമുക്ക് ഓപ്ഷനുള്ളൂ. അപ്പം അത് നിങ്ങൾ തന്നെ കൊറിയർ ചാർജ് വഹിക്കേണ്ടി വരും. നേരെ മറിച്ച് പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ ആണ് അയക്കുന്നതെങ്കിൽ കൊറിയർ ചാർജ് കുറവാണ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എനിക്കറിയില്ല, ഇതുവരെ ഞാൻ പോസ്റ്റ് ഓഫീസ് വഴി ഒന്നും കൊറിയർ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ പൈസ നിങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലെഹങ്ക തരാൻ ഞാനും തയ്യാറാണ്. പിന്നെ ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങൾ ബ്രൈഡാണെന്നോ അല്ലെങ്കിൽ എൻഗേജ്മെൻ്റ് ആണ് എന്നുള്ളതിൻ്റെ എന്തെങ്കിലും ഒരു പ്രൂഫ് എനിക്ക് കാണിച്ച് തന്നേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ഞാനിത് തരികയുള്ളൂ കേട്ടോ. ഇനി ജസ്റ്റ് ഞാൻ ഉപയോഗിച്ച സാധനം മറ്റൊരാൾക്ക് കൊടുത്തു എന്ന് കമൻറ്റ് താഴെ ഇടുന്നതിൻ്റെ മുമ്പേ ആയിട്ട് അവരോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. റെൻറ്റിന് ഇപ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങൾ കിട്ടാനുണ്ട്. റെൻറ്റിനെടുത്ത് പലരും പലരുടെ വിവാഹ ചടങ്ങുകളും എൻഗേജ്മെൻറ്റ് ചടങ്ങുകളും നടത്തുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഞാൻ കൊടുക്കുന്നതിൽ തെറ്റായിട്ട് എനിക്കൊരു തെറ്റും തോന്നിയിട്ടില്ല. അപ്പം നിങ്ങളുടെ കണ്ണിൽ എന്തെങ്കിലും തെറ്റ് തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ കുറ്റമല്ല, നിങ്ങളുടെ കണ്ണിൻ്റെ മാത്രം കുറ്റമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ലെഹങ്ക ഒന്നും കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടോളൂ. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ വേറൊരു കാര്യവും കൂടി ഞാൻ എടുത്തു വെച്ച് പറയാണ്, ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് വിചാരിച്ച് തിരിച്ചെനിക്ക് ഇങ്ങോട്ട് തരുകയും വേണ്ട കേട്ടോ. അതും ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരിക്കലും എനിക്ക് തിരിച്ച് റിട്ടേൺ എനിക്ക് അയക്കുക ഒന്നും വേണ്ട. നിങ്ങളുടെ മൊമെൻറ്റ് ഏത്, അത് എൻഗേജ്മെൻ്റ് ആണോ വിവാഹമാണോ ഏതൊരു മൊമെൻറ്റിലാണെങ്കിലും ഉപയോഗിക്കുന്ന ഡ്രസ്സ് നമുക്കെന്നും വാല്യുബിളാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് നമുക്കതൊക്കെ മേടിച്ചെടുക്കുക എന്ന് പറയുന്നത് നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവം. ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു പൈസ ഞാൻ ഇതിന് മുടക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിവിടെ കിടന്ന് മൂലയെ കിടക്കുക ചെയ്യുന്നത്. അത് ആരുടെയെങ്കിലും ഒരു സന്തോഷത്തിന് കാരണമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ മാത്രമേ പോസ്റ്റ് ചെയ്യുള്ളൂ. ഇത് മേടിക്കുന്ന ആൾ എൻ്റെ യൂട്യൂബ് ഫോളോവർ ആയിരിക്കണം എന്നുള്ളതും എനിക്ക് നിർബന്ധമാണ്. അല്ലാതെ ആരെങ്കിലും ഷെയർ ചെയ്ത് വന്നിട്ട് ആവുന്ന ആളായിരിക്കരുത്. യൂട്യൂബ് എന്നെ ഫോളോ ചെയ്തിരിക്കുന്ന ഒരാൾ നിർബന്ധമായിട്ടായിരിക്കണം. പിന്നെ കഴിയുന്നതും നിങ്ങൾ ഓരോരുത്തരും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിയുടെ കയ്യിൽ ഇതെത്തിപ്പെട്ട് ആ കുട്ടിയുടെ നല്ലൊരു മൊമെൻറ്റ് എൻ്റെ ഈ ഒരു ലെഹങ്കനാല ഉണ്ടായാൽ അത്രമേൽ സന്തോഷം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.